കാടിനോട് ചേർന്നുള്ള ഈ കോട്ടയിൽ ആരും ഇപ്പോൾ വരാറില്ല. പണ്ട് ആരാണ് ഇവിടെ താമസിച്ചിരുന്നതെന്നോ എന്തൊക്കെ ഇവിടെ സംഭവിച്ചുവെന്നോ ആർക്കും അറിയില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് വേരുകൾ കയറി നിലംപൊത്താറായെങ്കിലും ഇനിയും എന്തോ വലിയൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ തോന്നും കോട്ട കണ്ടാൽ. അസാധാരണമായ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ചിലർ മാത്രം മുൻകൂട്ടി കണ്ടു. ചില കൊച്ചു ജീവികൾ. അവർ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് കൂട്ടത്തോടെ കോട്ടയിലേക്ക് പാഞ്ഞു. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ എലികൾ കോട്ടയ്ക്കകത്തും പരിസരത്തും കാത്തിരുന്നു. അതെ, ഏറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കോട്ടയിൽ ഒരാൾ വരാൻ പോകുന്നു. പിറ്റേന്ന് മറ്റൊരിടത്ത്. മര്യാദയ്ക്ക് ആ യന്ത്രമിങ്ങെടുത്തോ, ഇല്ലെങ്കിൽ രണ്ടിനെ സൂപ്പാക്കും. അയ്യോ! ലൊട്ടുലൊടുക്കിൻ്റെയും ഗുൽഗുൽമാലിൻ്റെയും പരീക്ഷണശാല. ഇന്നാ പിടിച്ചോ, തീർന്നില്ലേ? ഹും, തീർന്നില്ല. ഇതിൻ്റെ ഗുട്ടൻസ് കൂടി പറഞ്ഞു തരണം. ദാ ഈ സൂചി പിറകോട്ട് തിരിച്ചാൽ കഴിഞ്ഞ കാലത്തിലെത്താം. ഓഹോ, 2 നൂറ്റാണ്ട് പിന്നോട്ട് പോകണമെങ്കിൽ സൂചി രണ്ടിന് നേരെ വെച്ചാൽ മതി. തട്ടിപ്പാണോ? സംഗതി നടക്കുമല്ലോ. നടക്കുമോന്ന്? നടന്നില്ലേൽ ഈ ലൊട്ടിലൊടുക്കിനെ അങ്ങ് തട്ടിക്കോ. 2 നൂറ്റാണ്ട് പിന്നിലോട്ടൊക്കെ പോയാൽ തിരിച്ചു വരാൻ എന്തു ചെയ്യുമെടോ? ഒന്നും ചെയ്യണ്ട. 1 മിനിറ്റ് ആ യന്ത്രത്തിന്റെ സമയം. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. കേട്ടിട്ട് സംഗതി കൊള്ളാം. നമുക്കൊന്ന് പരീക്ഷിച്ചാലോ വിക്രമ? പഴയ കാലത്തേക്ക് പോയിട്ട് വല്ലതും അടിച്ചു മാറ്റിയിട്ട് വരാം. ഹാ, റെഡി. സൂചി തിരിക്കാൻ പോവുകയാ. സൂക്ഷിക്കണേ വിക്രമ. പിഷ്, ഭും. എൻ്റെ അമ്മേ, ദേ പോയി. വിക്രമനെ വല്ല ഗുഹാമനുഷ്യനും പിടിച്ചു തിന്നാതിരുന്നാൽ മതിയായിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞതും. മുത്തു, ഏ, എവിടുന്നാടേ ഈ പെട്ടി? സ്ഥലമൊന്നും മനസ്സിലായില്ല. എടുത്തപ്പം നല്ല വെയിറ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല. എന്താ ഇതിനകത്ത്? ആർക്കറിയാം. തകർപ്പൻ ഡിസൈനാ. വല്ല രാജാവിൻ്റെ ആഭരണങ്ങളാവും. കുന്ത്രാണ്ടം, തുറക്കാനും പറ്റുന്നില്ല. വെട്ടിപ്പൊളിച്ചാലോ? അതിനാദ്യം കോടാലി കൊണ്ടുവരണം. അതുവരെ ഇതൊന്ന് ഒളിപ്പിച്ചു വെക്കണം. പറ്റിയ ഒരു സ്ഥലമുണ്ട്, വാ. ഈ കോട്ടയ്ക്കകത്ത് വയ്ക്കാം. ഒരുത്തിനും തിരിഞ്ഞു നോക്കില്ല. ഹാവു, അങ്ങനെ അതൊക്കെ. പെട്ടിക്കകത്ത് സ്വർണമാകുമോ മുത്തു? ഹേയ്, രത്നങ്ങളാവും. ശിശിഷ്, രാധേ, വിക്രമനും മുത്തുവും. സ്വർണമായാലും രത്നമായാലും നമുക്ക് പപ്പാതി. വച്ചതവിടെ ആയതുകൊണ്ട് ആരും കാണുമെന്ന് പേടിക്കേണ്ട. വേഗം വാ, ഇരുട്ട് മുമ്പ് തിരിച്ചെത്തണം. അവന്മാർ ഏതോ കൊള്ള കഴിഞ്ഞുള്ള വരവാ. ഏതായാലും നമുക്ക് മായാവിയെ വിളിച്ച് കാര്യം പറയാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഏ, മായാവി വന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. ഇനി എന്തു ചെയ്യും? രാജു ഒരു നിമിഷം ആലോചിച്ചു. മായാവിയെ നമുക്ക് അന്വേഷിക്കാം. പക്ഷേ അതിനു മുമ്പ് വിക്രമന്റെ കാര്യം പോലീസിനോട് പറഞ്ഞാലോ? അല്ല, വേറൊരാളുണ്ട്. ഫോൺ നമ്പർ എനിക്കറിയാം. വേഗം വാ, വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്യാം. ലോകത്തിൽ ഏറ്റവും വിശ്രമം കുറഞ്ഞ ഫോണുകളിലേക്കൊന്നിലേക്കാണ് രാജു വിളിച്ചത്. ടോണി ബ്ലെയർ ആവും. ലണ്ടൻ സ്ഫോടനം അന്വേഷിക്കാമോ എന്ന് ചോദിക്കാൻ വിളിക്കുമെന്ന് ബുഷ് പറഞ്ഞു വെച്ചതേയുള്ളൂ. സ്ഫോടനത്തിൽ കോഴികൾ വല്ലതും ചത്തോന്ന് കൂടി ചോദിച്ചേക്കണം. ഹലോ, ജമ്പൻ പോൾപാഡ് ഹിയർ. ഏ, രാജു, രാധ? ടോണി ബ്ലെയറിന്റെ പിള്ളേരുടെ പേര് അതല്ലല്ലോ. ഷേ, ലണ്ടനിൽ നല്ലെന്നോ? ഛായ്. ഏ,
ഓഹോ, ആഹാ, ങാഹാ, ജീഹാ, ഈഹാ കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ഞങ്ങളിതാ പുറപ്പെടുകയായി. അതായത് ഇന്നും പട്ടിണി. കുറ്റകൃത്യത്തിന്റെ വാർത്ത കിട്ടിയാൽ ജമ്പൻ സച്ചിൻ തെണ്ടുൽക്കർ അടിച്ച പന്ത് പോലെ. എങ്ങോട്ടാണ് യാത്രയെന്ന് അസിസ്റ്റന്റിനോട് പറയാനുള്ള മര്യാദ ലോകത്തിലെ സകല ഡിക്റ്റേറ്റീവുകൾക്കുമുണ്ട്. 2 കൊള്ളക്കാർ എവിടുന്നോ ഒരു പെട്ടി തട്ടിയെടുത്ത് എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നു. അത്രയുള്ളോ? കോഫി അണ്ണൻ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചതാണെന്നാ ചാട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. സ്റ്റുപ്പിഡ്. കൊള്ളയേക്കാൾ വലുതാണോ കാപ്പി? കേസ് അന്വേഷണത്തിനിടയിൽ അസിസ്റ്റന്റിന് പട്ടിണി മരണം സംഭവിച്ചാൽ ആർക്കാ മോശം? കൊള്ളയിൽ നിന്നെങ്ങാനും കേട്ടാൽ തിളച്ചിടും ചോര ജമ്മന്റെ ഞരമ്പുകളിൽ എന്ന് അമിതാഭ് ബച്ചൻ എഴുതിയത് വായിച്ചിട്ടില്ലേ? ചിക്കൻ ഫ്രൈ തന്നെ അമൃതം, ചിക്കൻ ഫ്രൈ തന്നെ ജീവിതം, ചിക്കൻ ഇല്ലേൽ നായ്ക്കൾക്ക് മൃദു തന്നെ സുഖപ്രദം എന്നും അങ്ങേര് എഴുതിയിട്ടുണ്ട്. വിക്രമനും മുത്തുവുമാണ് പെട്ടി ഒളിപ്പിച്ചത്. കോടാലിയുമായി അവന്മാർ തിരിച്ചെത്തും മുമ്പേ പ്രാഥമിക അന്വേഷണം തീരണം. സ്റ്റോപ്പ്. വാട്ട് ഹാപ്പൻ? 2 പേരിവിടെ അലഞ്ഞു തിരിഞ്ഞതിന്റെ മണം വരുന്നു. തുമ്മന്റെ സംശയം തെറ്റിയ ചരിത്രമില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഒടേ തമ്പുരാനെ, ആരാ? ആരാണ്? എന്തിനു വന്നു? ഇവിടെ എന്ത് കാര്യം? എങ്ങോട്ട് പോകുന്നു? ഞാനൊരു മന്ത്രവാദിനിയാണേ. പേര് ഡാക്കിനി. ഇത് ലുട്ടാപ്പി, കുട്ടിച്ചാത്തനാ. ഛായ്, മന്ത്രവാദിനിയും കുട്ടിച്ചാത്തനും. ജമ്പനോട് മാന്ത്രിക സീരിയലിന്റെ കഥ പറയാനുള്ള നേരമല്ലിത്. നിങ്ങളെ കണ്ടിട്ട് ഫാൻസി ഡ്രസ്സുകാരുടെ മട്ടുണ്ട്. സത്യം പറ, ഈ കൊമ്പും പല്ലും പ്ലാസ്റ്റിക് അല്ലേ? അല്ല, ഒറിജിനൽ ആണേ. ചുവപ്പ് കളർ പെയിന്റ് അല്ല, ഞാൻ മണത്തു നോക്കി. സത്യമായിട്ട് ഞാൻ കുട്ടിച്ചാത്തനാ. വേണേ തെളിയിച്ചു തരാം. ദാ പിടിച്ചോ. ഏ, ഫയർ. ഇവൻ എന്താ തീപ്പെട്ടി വിഴുങ്ങിയോ? ഉഗാണ്ടയിലെ ആദിവാസികൾ ഇതുപോലെ തീ ഊതുന്നത് കണ്ടിട്ടുണ്ട്. നീ യുഗാണ്ടക്കാരനാ അല്ലേ? അമ്മുമ്മേ, ഇവന്മാർക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ബോസ്, ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറയാം. ഇവൻ കുട്ടിച്ചാത്തൻ തന്നെ. എടുത്തു ചാടിയാൽ ലോകത്തിനൊരു ഡിക്റ്റേറ്റീവിനെ നഷ്ടമാവും. കൊള്ളക്കാർ വേണോ കുട്ടിച്ചാത്തൻ വേണോ? അതാണ് ചോദ്യം. ഛേ ഛേ, ഞാൻ കുട്ടിച്ചാത്തനെ പിടിക്കാൻ പോയെന്ന് കേട്ടാൽ അമേരിക്കക്കാരെന്ത് വിചാരിക്കും? അതുകൊണ്ട് നീ ഇവിടെ നില്ല്, ഞാൻ കൊള്ളക്കാരെ പിടിച്ചിട്ട് വരാം. അത് ശരി, അപ്പോൾ തടി ഉയരാൻ തീരുമാനിച്ചു എന്ന് ചുരുക്കം. ആ പോക്ക് കണ്ടാൽ പേടിച്ച് പരക്കം പായുകയാണെന്ന് തോന്നുകയേയില്ല. കാണാൻ നല്ല ശേല്. എന്താടാ പട്ടിക്കുട്ട നിന്റെ പേര്? യു ഷട്ടപ്പ്. ലോക പ്രശസ്തനായ ഒരു ഡിക്റ്റേറ്റീവിനെ എടാ പോടാന്ന് വിളിക്കുന്നോ? ഏ, അത് കലക്കി. നേരത്തെ പോയ മൊട്ടത്തലേനെ പോലല്ല ഈ തുമ്പൻ. കുട്ടിച്ചാത്തന്മാരെ തീരെ പേടിയില്ല. അയ്യടാ, അതിനീ ലുട്ടാപ്പിയെ തീരെ പേടിക്കാനില്ലെന്നേ. ഇവനൊരു പാവമാ. പക്ഷേ കുട്ടിച്ചാത്തന്മാരിൽ ദുഷ്ടന്മാരുമുണ്ട്. അങ്ങനെ ഒരുത്തിനെ കാണിച്ചു തരാം. ദാ ഇവൻ മായാവി, മഹാ തിരുമാലിയ. ഇവൻ തിരുമാലിയാണെന്നോ? എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒത്തു ഡാക്കിനി, ഒത്തു. വരുന്ന വഴിക്ക് ആ പിള്ളേരെ കിട്ടി. ഒരു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഹൂ ഈസ് ദിസ് ഓൾഡ് മാൻ? അസ്ഥി കൂടെ മരുമാവിൽ മുക്കിയതുപോലുണ്ടല്ലോ. ഏ, ഇതാരാ? സിസ്, ഒരു മൊട്ടത്തലേന്റെ കൂടെ വന്നതാ. വലിയ ജാടക്കാരനാ. പട്ടിയാണെന്ന വിചാരമില്ല. എന്നെ ചീത്ത വിളിച്ചു കൂട്ടുസാ. ആഹാ, നീ ഏതാടാ? മര്യാദയ്ക്ക് സംസാരിക്കണം. കള്ളലക്ഷണമുള്ളവരെ എനിക്ക് അലർജിയാ. ദേ, മയിൽക്കുറ്റിയിൽ ഓന്തിരിക്കുന്ന പോലുള്ള ആ ഒറ്റപ്പല്ല് പോകേണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കേ. ഹോ, ഇവൻ ആളൊരു കാന്താരിയാണല്ലോ.
പെട്ടെന്ന് ഊ ഏ ചെന്നായ്ക്കളാണല്ലോ. ഛേ, എലി. 5-6 ഉണ്ടല്ലോ. എല്ലാം കൂടി എങ്ങോട്ടാണാവോ? അത് ശരി. ഏതു ശരി? ഓഹോ, അപ്പോൾ കാര്യമൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. ഓടിപ്പോയത് എലിയാണെന്ന് മനസ്സിലായി. കോലാടിൻ്റെ പോലെ താടിയും നീട്ടി നടന്നാൽ പോരാ, മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കണം. പട്ടി ഒരു മൃഗമാണല്ലോ. നിന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഫൂൾസ്, അത് മനുഷ്യന്റെ ഭാഷ പറയാൻ എനിക്കറിയാവുന്നതുകൊണ്ട്. ആ ചെന്നായക്കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലായോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല. സംഗതി അപകടമാണ്. അപകടമെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം. തടി കേടാവണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ഓൺ യുവർ മാർക്ക്, അറ്റൻഷൻ, പീച്ചെ മുട്ട്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്തപകടമാ വരാൻ പോകുന്നത്? വരാൻ പോകുന്നതല്ല, വന്നു കഴിഞ്ഞു. കൂടുതൽ തെളിച്ചു പറഞ്ഞാൽ നിങ്ങൾ പേടിച്ച് ചത്തുപോകും. എനിക്ക് കുറെ തെളിവുകൾ കൂടി എടുക്കാനുണ്ട്. ഗുഡ് ബൈ. ചേട്ടാ, ഒന്ന് നിൽക്കണേ. കൺഗ്രാറ്റുലേഷൻസ് ആ കിളവിയെ ഫൂൾ എന്ന് വിളിച്ചതിന്. ഞാൻ കുറെ കാലമായിട്ട് ആശിക്കുന്നതാ, പറ്റിയിട്ടില്ല. ബോസിനെ വിവരം അറിയിക്കണം. ഇത് വെറും ഒരു ഡിറ്റക്റ്റീവിന്റെ കയ്യിലൊതുങ്ങുന്ന കേസല്ല. എന്താ കുട്ടൂസ ആ പട്ടി പറഞ്ഞിട്ട് പോയത്? ചുമ്മാ പേടിപ്പിക്കാൻ. അല്ല പിന്നെ. ഇതൊന്നും കേട്ട് വിരലല്ലേ ഡാക്കിനി. നേരം പോയി. നമുക്ക് ആ പിള്ളേരുടെ കഥ കഴിക്കണം. ലുട്ടാപ്പി, നീ പോയി ഒരു കടുവയെ പിടിച്ചോണ്ട് വാ. പിള്ളേരെ കടുവ പിടിക്കട്ടെ. കടുവയോ? ഞാൻ തന്നെ പോണോ? എടാ മണ്ട, കടുവയെ മയക്കിയിട്ട് പിടിച്ചാൽ മതി. മയക്കുമധുരം പഠിപ്പിച്ചു തന്നതല്ലേ. അധികം വൈകരുത്. ഈ കിളവന്റെ ഓരോ ഐഡിയകള്. അതേസമയം കിട്ടി, ഒരുത്തനെ കിട്ടി. ശിരു, ഓടിവാ. ഹാവു, ഇവന്മാരുടെ ഒടുക്കത്തെ ഓട്ടം. ഇവന് ശകലം മുടന്നുള്ളത് കൊണ്ടാ പിടികിട്ടിയത്. വിടടോ, എനിക്ക് തിരക്കുണ്ട്. പിന്നെ ഒരു തിരക്കുകാരൻ. എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? പറയാൻ മനസ്സില്ല. എടാ അഹങ്കാരി, ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ആരായാലും എനിക്കെന്താ? ശരു, ഇവൻ ആളൊരു തറുതല വീരനാ. പുഴുങ്ങി തിന്നാൽ തിന്നവന് വയറുവേദന പിടിക്കും. അതാ ഇനം. എന്നെ തിന്നാൽ നിങ്ങൾ വിവരമറിയും. എൻ്റെ ചങ്ങാതിമാര് പോകുന്നത് കണ്ടല്ലോ. അവരെല്ലാം കൂടി എങ്ങോട്ട് പോയതാന്നാ വിചാരം? എന്താ, കാട്ടിലെ എലികൾക്കൊക്കെ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ രാജാവ് വന്നിട്ടുണ്ട്. അങ്ങേരോട് കളിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് സൂത്രന് തലയ്ക്കകത്തൊരു പന്തം കത്തിയ പോലെ തോന്നി. എന്നാ പിന്നെ മോൻ പോയാട്ടെ, ചെന്ന് രാജാവിനെ കണ്ടാട്ടെ. ഹോ, അപ്പൊ കുറുക്കച്ചാർക്ക് പേടിയുണ്ട്. സൂത്ര, താനിപ്പോ കാണിച്ചത് മണ്ടത്തരമല്ലേ എന്നൊരു സംശയം. ഹിഹി. അതെന്താ? വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യടോ. താൻ എന്തിനാ അവനെ വിട്ടത്? പറഞ്ഞു തരാം, പിന്നാലെ ഓടിവാ. കാട്ടിലെ എലികളെല്ലാം കൂടി അവന്മാരുടെ രാജാവിനെ കാണാൻ പോയിട്ടുണ്ട്. ആരാണാവോ ഇവറ്റുകളുടെ രാജാവ്? എലികളുടെ രാജാവ് ആരാ? പെരുച്ചാടിയായിരിക്കും. ആരെങ്കിലും ആവട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. എല്ലാം കൂടി കൂട്ടം കൂടിയിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കും. അമ്മോ, അതിന് താനെതിനെ പേടിച്ച് കരയുന്നത്? നമ്മളെ അവറ്റകൾ പിടിച്ചു തിന്നാനൊന്നും പോണില്ല. പക്ഷേ നമ്മൾ അവരെ ഓരോന്നായി പിടിച്ചു തിന്നും. ഒന്നു പോയാൽ എന്താ, 100 കിട്ടാൻ പോണത്. ഈ മുടന്തന്റെ പിന്നാലെ പോയാൽ സ്ഥലം കണ്ടുപിടിക്കാം. മനസ്സിലായോ? നമുക്കേ ഇച്ചിരി കഷ്ടകാലമുണ്ട്. അതല്ലേ എലിയെ തിന്ന് വയറ് വീർപ്പിക്കേണ്ടി വരുന്നത്. കഷ്ടകാലത്തിനകത്ത് നല്ല കാലം വരുമ്പോഴാ 100 എലിയെ ഒരുമിച്ച് കിട്ടുന്നത്. താൻ വിഷമിക്കണ്ട. എന്നെങ്കിലും ഇതുപോലെ മുയലുകളുടെ രാജാവും വരും. എന്താടേ താനൊന്നും മിണ്ടാത്തത്? ഏ ശരു,
ശേരു, എത്ര പെട്ടെന്ന് ശേരു എവിടെ പോയി? ഹലോ, ഹലോ, എന്റെ കാട്ടുമുത്തപ്പ, കരുനാക്കൻ. ചേട്ടാ, തൂങ്ങിക്കിടന്ന് ബോറടിച്ചു. വാ, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. എന്റെ പൊന്നു കരുനാക്ക, വേണ്ട, നിന്റെ സംസാരമേ അത്ര ശരിയല്ല. നീ എന്നൊക്കെ നാക്ക് വിളിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് ഗുലുമാലായിരുന്നു. അങ്ങനെ പറയല്ലേ ചേട്ടാ, പ്ലീസ്. ഷോ, ഇടി വെട്ടിവനെ പാമ്പ് കടിച്ച പോലായി എൻ്റെ സ്ഥിതി. എന്താ പറഞ്ഞത്? ചേട്ടനെ പാമ്പ് കടിച്ചെന്നോ? എപ്പോ? കരുനാക്ക, ദുഷ്ട, മിണ്ടാതിരി. ഏ, എൻ്റെ കാട്ടുമുത്തപ്പ, പാമ്പ്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ കരുനാക്ക. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്നാലും അവൻ്റെ ഒരു നാക്ക്. ചേട്ടാ, പഹയാ, നീ പിന്നെയും വന്നോ? സത്യമായിട്ടും അതിൻ്റെ കുറ്റമല്ല. ഞാൻ പറഞ്ഞില്ലെങ്കിലും മൂപ്പര് താഴെ വീണേനെ. ഒരക്ഷരം മിണ്ടരുത്. ചേട്ടൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. പോടാ, കടന്നു പോകാൻ. ഷോ, അതിപ്പം മോങ്ങാനിരുന്നവൻ്റെ തലയിൽ തേങ്ങ വീണ പോലായല്ലോ. ടോം, സ്ഥലം വിടുന്നതാ ബുദ്ധി. കരുനാക്കിനെ പിടിക്കാതെ ഞാൻ ഇനി ഒരു എലിയെ പോലും തിന്നില്ല. ഇത് സത്യം, സത്യം, സത്യം. അതേസമയം, എടാ മിടുക്ക, മിമ്മെടുക്ക, സംഗതി ഒപ്പിച്ചല്ലോ. സംഗതി വിചാരിച്ചതിനേക്കാൾ ഈസിയായിരുന്നു. എന്നെ കണ്ടപ്പോഴേ ബോധം കിട്ടും. ഞാൻ നോക്കുമ്പം ഇവനൊരു കുറുക്കനെ ഇട്ട് ഓടിക്കുന്നു. ഞാനങ്ങ് ചെന്നു. അതോടെ ഠീം, ഇവൻ്റെ കാറ്റുപോയി. ഏതായാലും ഇവനെ എടുത്ത് ആ പിള്ളേരുടെ മുമ്പിൽ കൊണ്ടിടാം. ഉണരുമ്പോൾ കടിച്ചു മുറിച്ച് തിന്നോട്ടെ. ഇവനെങ്ങാനും ഉണർന്നാലേ ആദ്യത്തെ കടി എനിക്കാ. പേടിക്കാതെ ഡാക്കിനി, ഞാനില്ലേ കൂടെ. ഷോ, അമ്മൂമ്മയ്ക്ക് ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ഞങ്ങളുടെ കൂടെ വന്നത്? ഇത് തന്നെ സ്ഥലം. കുന്തമിറക്കിക്കോ. ഏ, അയ്യോ, എന്താ കുട്ടുച്ച? പിള്ളേരെവിടെ? ഈ മരത്തിൽ കെട്ടിയിട്ടിരുന്നതാ. വള്ളി മാത്രം കിടപ്പുണ്ട്. ആരോ അവന്മാരെ കടത്തിക്കൊണ്ടുപോയി. ഛേ, വാ പോയേക്കാം. ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? ലുട്ടാപ്പി, കടുവയെ എടുത്തോ. എന്നാൽ രാജുവും രാധയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹാവു, അവർ പോയി. വരൂ ചങ്ങാതി, അവർ സ്ഥലം വിട്ടു. മരത്തിന് പിന്നിൽ നിന്ന് മറ്റൊരാൾ പുറത്തേക്ക് വന്നു. നന്ദി മൗഗ്ലി. മൗഗ്ലി വന്നില്ലായിരുന്നെങ്കിൽ ഹോ, ഓർക്കാൻ കൂടി വയ്യ. പക്ഷേ മായാവി ഇപ്പോഴും അവരുടെ പിടിയിലല്ലേ? അതെ, എങ്ങനെയെങ്കിലും മായാവിയെ രക്ഷിക്കണം. മൗഗ്ലി ഒരു നിമിഷം ആലോചിച്ചു. വഴിയുണ്ട്, ഞാനൊന്ന് വേഷം മാറാം. വേഷം മാറുകയോ? എങ്ങനെ? അതൊക്കെ ഉണ്ട്, ഇതാ വരുന്നു. അല്പനേരം കഴിഞ്ഞ്, എങ്ങനെയുണ്ട്? ഏ, മായാവി അല്ല, മൗഗ്ലി. അത്ഭുതം. പെട്ടെന്ന് കണ്ടാൽ മായാവി ആണെന്നേ പറയൂ. ഹഹ, മായാവിയെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടില്ലെന്ന് മാത്രം. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം, അവരുടെ അടുത്തേക്ക്. അതേസമയം കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന് പറഞ്ഞ പോലായി. പിടിച്ചത് പോയിട്ടില്ല ഡാക്കിനി, ദാ ഇവൻ കയ്യിലല്ലേ. ഹൂ, സൂത്ര. അയ്യോ, കടുവച്ചാർ ഉണർന്നു. പക്ഷേ എൻ്റെ കാട്ടുമുത്തപ്പാ, ദേ പിന്നെയും പോയി ബോധം. ഇത് കടുവയോ പൂച്ചയോ? എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ പേടിക്കോലത്തിനെ? പിള്ളേരെ ഇനിയും പിടിക്കാൻ യാതൊരു വഴിയും കാണുന്നില്ലല്ലോ കുട്ടൂസ. വഴിയുണ്ട് ഡാക്കിനി. ഈ കുട്ടൂസിനെ പറ്റി എന്ത് വിചാരിച്ചു? ഒരത്യുഗ്രം വഴിതാ ഈ സഞ്ചിയിലുണ്ട്. ഇതെന്താ, പരീക്ഷ പേപ്പറോ? പരീക്ഷ പേപ്പറല്ല, മാന്ത്രിക പേപ്പർ. ഇതിനകത്ത് ഞാൻ ആ പിള്ളേരുടെ പേരെഴുതുന്നു. രാജു, രാധ. ഇനി 4 വരി മന്ത്രമുണ്ട്. അത് കഴിഞ്ഞ് ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ
അയാൾ ഈ പിള്ളേരുടെ മുന്നിൽ വന്നു ചാടും. മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ പേര് പറയും. അതോടെ പിള്ളേരെവിടെയാണെങ്കിലും ഞാൻ അവിടെ എത്തും. എന്നാ പിന്നെ വൈകിക്കണ്ട, മന്ത്രം തുടങ്ങിക്കോ. ജഗണ ജുഗണ മണ്ടാനി, ശകട വികട മുണ്ടാനി, ചഗണി ജുഗണി ചുക്കാണി. മൗഗ്ലി, നമ്മൾ കരുതിയതിനേക്കാൾ മികച്ച തക്കമാണിത്. ശുശുഷ്. ചകിരി മകിരി തേങ്ങാണി. 4ാമത്തെ വരിയായി, വേഗം. ഏ മായാവി. കുട്ടൂസൻ മായാവി എന്ന് പറഞ്ഞതും ചിൽ. മന്ത്രം ഫലിച്ചു. ഞാൻ രാജുവിൻ്റെയും രാധയുടെയും മുന്നിലെത്തി. ഏ പിന്നെ മായാവി? 2 മായാവിയോ? ഓടിക്കോ, ഇനി രക്ഷയില്ല. നന്ദി നന്ദി മൗഗ്ലി. മായാവി, ഇനി എൻ്റെ വേഷം അഴിച്ചു മാറ്റാമല്ലോ. ഈ കൊമ്പുകൾ രണ്ടും വലിയ മുള്ളുകളാ. തലയിലെ കെട്ട് വെറും ഒരു കാട്ടുവള്ളിയും. ഈ വടി എങ്ങനെ ഒപ്പിച്ചു? മുള്ളു നിറഞ്ഞ ഒരുതരം പഴം കമ്പിൽ കുത്തി നിർത്തിയെന്ന് മാത്രം. ഹഹ, കൊള്ളാം. വൈകാതെ. പോയി വരാം കൂട്ടുകാരെ. വീണ്ടും കാണാം മൗഗ്ലി. ഹാവു, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ. ഇല്ല, രാത്രിയായില്ലേ, പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. എന്ന് വെച്ചാൽ? കുപ്പിയിലിരുന്നു ഞാൻ കേട്ടതെല്ലാം ശരിയാണെങ്കിൽ വലിയൊരു അപകടം എത്തിക്കഴിഞ്ഞു. ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഞാനൊഴികെ ഒരൊറ്റയാളെ അപകടത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ. ആരാണത്? തുമ്പൻ. വിക്രമനും മുത്തുവും ആയുധങ്ങളുമായി കോട്ടയ്ക്കരികിലേക്ക്. നമ്മൾ കരുതിയതിലും വൈകി. രാത്രിയാവും മുമ്പേ വരാമായിരുന്നു. വിക്രമ, ദേ വേറൊരു പെട്ടി. ഇന്നൊരു പെട്ടി ദിവസമാണല്ലോ. ഈ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ട, പാതി തുറന്നാ കിടക്കുന്നത്. എന്നാൽ പെട്ടിയിൽ നിന്ന് പുറത്തു വന്നത്, യു ആർ അണ്ടർ അറസ്റ്റ്. ചതിച്ചോ ജമ്പൻ? പെട്ടി കണ്ടാൽ നിങ്ങൾ വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പറ, എവിടെ മറ്റേ പെട്ടി? പറയാം. വിക്രമൻ എല്ലാ കാര്യങ്ങളും ജമ്പനോട് പറഞ്ഞു. ഓഹോ, എങ്കിൽ ചലോ പഴയ കോട്ട. കോട്ടയ്ക്കകത്ത് എന്തൊരിരുട്ട്. ഡോൺ വറി, ഒരു ഡിറ്റക്റ്റീവിൻ്റെ കയ്യിൽ എപ്പോഴും ടോർച്ചുണ്ടാവും. ജമ്പൻ സാറേ, ദാ ആ മൂലയ്ക്കാ പെട്ടി. ജമ്പൻ ടോർച്ച് തെളിച്ചു. ആ കാഴ്ച കണ്ട് ജമ്പൻ്റെ കണ്ണുകളും ടോർച്ച് പോലെ മിന്നിപ്പോയി. തുറന്നു കിടക്കുന്ന പെട്ടി. മൈ ഗോഡ്, നിധി ആരോ അടിച്ചു മാറ്റി. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ടു. ആരോ ഓടിപ്പോകുന്നു. ക്യാച്ച് ഹിം. ചെമ്പൻ പുറത്തേക്ക് കുതിച്ചു. അതാ ഓടിപ്പോകുന്നു വെളുവെളുത്ത നിറമുള്ള പടുകൂറ്റൻ ചെന്നായ. അതോടൊപ്പം 100 കണക്കിന് ചെന്നായ്ക്കളുടെ ഓരിയിടയിൽ അലയടിച്ചു. കുറച്ചകലെ. അവൻ പുറത്തിറങ്ങി. ഈ മൊട്ടത്തലയും ബോസ് എവിടെ ചെന്ന് കിടക്കുന്നോ ആവോ? മിക്കവാറും അങ്ങേരുടെ കാര്യം കട്ട പുകയാവും. ഇതാണ് മണ്ടന്മാരെ പിടിച്ച് ബോസാക്കിയാലുള്ള കുഴപ്പം. ഷോ. അപ്പോഴതാ ജമ്പൻ ടോർച്ചും പിടിച്ച് അമേരിക്കയിലെ സ്വാതന്ത്ര്യപ്രതിമ പോലെ നിൽക്കുന്നു. ഓഹോ, ഇവിടുണ്ടോ? ഇപ്പോഴും ജീവനുണ്ടല്ലോ അല്ലേ? ഫൂൾ, കൊള്ളക്കാരെ പിടിക്കാൻ പോയിട്ട് എവിടെയായിരുന്നു ഇതുവരെ? ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ഡിറ്റക്റ്റീവുമാരെ പിരിച്ചുവിടണം. താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യം. കൊള്ളക്കാരെ ഞാൻ പിടിച്ച് ഇതിനകത്തിട്ടിട്ടുണ്ട്, അറിയാമോ? അകത്ത് കിടക്കുന്നവരുടെ കാര്യം പോട്ടെ, ഒരുത്തൻ പുറത്തു പോയത് അറിഞ്ഞില്ലായിരിക്കും. പുറത്തു പോയവനോ? ഓ, ആ ചെന്നായായിരിക്കും. അവൻ ഈ കേസിൽ പങ്കില്ല. ദൈവമേ, ഈ ഒഴിഞ്ഞതല്ല നീ തന്നെ കാത്തോളണമേ. അസിസ്റ്റന്റ് അതിരുകടക്കുന്നു. എങ്കിൽ പറയാം, ആ ചെന്നായയാണ് ഈ കേസിലെ മുഖ്യപ്രതി. എങ്ങനെ? പറയാം. ഇടയ്ക്ക് കയറി ചോദിക്കുകയോ പേടിച്ച് ബോധം കെടുകയോ ചെയ്യരുത്. മറ്റൊരിടത്ത്. ഇപ്പം ഡാക്കിനി പറഞ്ഞത് നേരായി.
കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. കഷ്ടകാലത്തിന് ആ മാന്ത്രിക കടലാസ് എവിടെയോ വീണും പോയി. ഏ, ആരോ വരുന്നുണ്ടല്ലോ. ഹമ്പട, അതവനാ, ആ പേടിത്തൊണ്ടൻ കടുവ. നാശം, ഇവനെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഓടിച്ചു വിടടാ ലുട്ടാപ്പി അവനെ. ബോധം കെട്ടാൽ കഥ കഴിയുമെന്നറിഞ്ഞിട്ടോ ഇത്തവണ ചേരു ബോധം കെട്ടില്ല. എൻ്റെ അമ്മോ, പിന്നെയും പ്രേതം. ശല്യം പോയി കിട്ടി. കുട്ടൂസ, ആരാ അത്? ഏത്? കുട്ടൂസൻ തിരിഞ്ഞു നോക്കി. ഒടേ തമ്പുരാനെ. കുർ, രാക്ഷസ ചെന്നായ. മന്ത്രം ചൊല്ലി അതിനെ മയക്ക് കുട്ടൂസ. ഭീം ഭും ഭോ. രക്ഷയില്ല ഡാക്കിനി, മന്ത്രം ഏൽക്കുന്നില്ല. ദേ, അതിൻ്റെ രൂപം മാറുന്നുണ്ടോ എന്നൊരു സംശയം. ചെന്നായയുടെ രൂപം പതുക്കെ പതുക്കെ മറഞ്ഞു. പകരം മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ആരാ മനസ്സിലായില്ല. ഡ്രാക്കുള്ള. അതേസമയം മറ്റൊരിടത്ത്. ഹി ഹി, ഈ പ്രദേശം മുഴുവൻ കെണികളായി. ഇനി ആ കരുനാക്കനൊന്ന് ഇതിലെ പറന്നാൽ മാത്രം മതി. ഷോ, അവൻ എവിടെ പോയോ ആവോ. കരുനാക്ക, ചാവാൻ തയ്യാറായിക്കോ. അതേസമയം നിന്നെ ഈ ജില്ല കടത്തിയിട്ടേ ഈ ലുട്ടാപ്പി അടങ്ങും. ഓട്ടത്തിനിടയിൽ ലുട്ടാപ്പി പരിചയമുള്ളൊരു സ്വരം കേട്ടു. ഏ, അത് അവരല്ലേ? തുമ്പം പറഞ്ഞ വാർത്ത കേട്ട് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയായിരുന്നു ജമ്പൻ. ഏ, അപ്പോൾ വിക്രമൻ കൊണ്ടുവന്നത് ശവപ്പെട്ടിയായിരുന്നെന്നോ? അതെ, പെട്ടിക്കകത്ത് നിന്ന് എണ്ണീറ്റോടിയത് ശവവും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് ഡ്രാക്കുള്ളയായിരുന്നു. ഡ്രാക്കുള്ള. തലയ്ക്കകത്ത് ഒരു ബൾബ് ഫ്യൂസ് ആയതുപോലെ തോന്നി ജമ്പന്. എനിക്ക് തലയ്ക്കൊരു പെരുപെരുപ്പ്. നോ, ബോധം കെടാനുള്ള നേരമില്ല ഇത്. ഉള്ള നേരത്ത് സ്ഥലം വിടാം, അതാ ബുദ്ധി. ജമ്പന്റെ കർത്തവ്യബോധം പൊടുന്നനെ ഉണർന്നു. പാടില്ല, ഒരു ഡിറ്റക്റ്റീവ് പേടിത്തൊണ്ടനെ പോലെ ഒളിച്ചോടാൻ പാടില്ല. എങ്കിൽ ഒരു മരമണ്ടനെ പോലെ പ്രേതം പിടിച്ച് ചാവാം. ഡ്രാക്കുള്ളപ്പെട്ടി കൊണ്ടുവരാൻ വിക്രമൻ ഉപയോഗിച്ച ടൈം മെഷീൻ അവന്മാരുടെ കയ്യിൽ തന്നെയുണ്ട്. അതുപയോഗിച്ച് ഡ്രാക്കുള്ളയെ തിരിച്ചു കൊണ്ടുപോകണം. ജമ്പൻ കോട്ടയ്ക്കകത്തേക്ക് പോയി യന്ത്രവുമായി മടങ്ങി വന്നു. കിട്ടി, ഇത് നമ്മൾ കസ്റ്റഡിയിൽ വയ്ക്കണം. അടുത്ത നിമിഷം ഒരു നിലവിളി മുഴങ്ങി. അയ്യോ, അതാ ഓടി വരുന്നു കുട്ടൂസൻ. രക്ഷിക്കണേ, ഡാക്കിനെ ഡ്രാക്കുള്ള പിടിച്ചേ. ആനയുടെ വലുപ്പമുള്ള ചെന്നായ. അത് ഡ്രാക്കുള്ളയാ? ഹാ, അറിയാം. എന്താ അവിടെ ഒരു ശബ്ദം? അത് ലുട്ടാപ്പി ബോധം കെട്ട് വീണതാ. പുള്ളി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഡോണ്ട് വറി ഓൾഡ് മാൻ, ഡ്രാക്കുള്ളയെ ഈ ജമ്പൻ തിരിച്ചയക്കും. എങ്ങനെ? ദാ ഈ മന്ത്രം ഉപയോഗിച്ച്. ജമ്പൻ പറഞ്ഞു തീർന്നതും കയ്യിലിരുന്ന യന്ത്രം പൊട്ടിച്ചിതറി. സ്ലിം. ഒപ്പം പുറകിൽ ഒരു പൊട്ടിച്ചിരി ഉയർന്നു. ഹഹഹഹ, ഹഹഹഹഹ. ഡ്രാക്കുള്ളയും ഒരു പറ്റം ചെന്നായ്ക്കളും. ഹഹഹഹ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നല്ല നേരത്ത് സ്ഥലം വിടാമെന്ന്. ഇനിയിപ്പോ അനുഭവിച്ചു. ജമ്പൻ തോക്ക് ചൂണ്ടി അലറി വിളിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. മണ്ടത്തരം പറയരുത്. പ്രേതത്തെ പൂട്ടിയിടുന്ന ജയില് നമ്മുടെ നാട്ടിലില്ല. ഡ്രാക്കുള്ള ചെന്നായ്ക്കളോട് കൽപ്പിച്ചു. ചെല്ലു, ഇവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അലറിയെടുക്കുന്ന ചെന്നായിപ്പട. ഏ, ഹി 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 ഹി. ബോസ്, ഈ അപ്പൂപ്പന് പേടിച്ച് വട്ടായോ എന്നൊരു സംശയം. ഏ, തോക്ക് പൊട്ടുന്നില്ല. ഓടിക്കോ. നീ രക്ഷപ്പെട്ടാൽ നാട്ടിൽ എനിക്കൊരു സ്മാരകം പണിയണം. പറ്റുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ അത്ഭുതം സംഭവിക്കണം. അത്ഭുതം സംഭവിച്ചു. ഏ, നമ്മളെ കടിക്കാൻ വന്ന കശ്മലന്മാർ അതാ പൊങ്ങിപ്പോകുന്നു. വെളുത്ത ചെന്നായ്ക്കൾ
മേഘങ്ങൾ പോലെ ആകാശത്ത് പറന്നു നടന്നു. ഡ്രാക്കുളയുടെ കണ്ണുകൾ ജ്വലിച്ചു. ആരാണിത് ചെയ്തത്? ഞാൻ. മായാവി, 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 മായാവി. അടുത്ത നിമിഷം ഡ്രാക്കുള ചെന്നായുടെ രൂപമെടുത്തു. എങ്ങോട്ടോ ഓടി മറഞ്ഞു. നേരം വെളുക്കാറായി. ഡ്രാക്കുള ഉടൻ തിരിച്ചു വരും. പകൽ സമയം അവന് പെട്ടിയിൽ കിടന്നേ പറ്റൂ. പെട്ടിയിൽ കയറിയാൽ എളുപ്പമല്ലേ? മരക്കുറ്റി അടിച്ചു കയറ്റി നശിപ്പിക്കാമല്ലോ. ഇല്ല, നടപ്പില്ല. ഡ്രാക്കുള അങ്ങനെ ഇല്ലാതാവുന്ന വിദ്യ അറിയാവുന്നവർ നമുക്കിടയിലില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വിദ്യ പറയാം. പണ്ടെങ്ങോ വായിച്ച ഒരു ഓർമ്മയുണ്ട്. സൂര്യൻ ഉദിക്കും മുമ്പ് പെട്ടിയിലേക്ക് ഡ്രാക്കുള തിരിച്ചു വരും. അപ്പോൾ പെട്ടിയിൽ മറ്റാരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവന്റെ ശക്തി കുറയും. അന്നേരം ഡ്രാക്കുളയ്ക്ക് രൂപം മാറേണ്ടി വരും. രൂപം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റു. ഡ്രാക്കുളയുടെ പെട്ടിയിൽ കിടക്കാൻ ഞാൻ തയ്യാർ. ഏ, ഡ്രാക്കുള അതാ തിരിച്ചു വന്നു. അയ്യോ, അവൻ കോട്ടയിൽ കയറി കഴിഞ്ഞു. ഹോ, നമ്മൾ വൈകി. അവൻ അകത്തെത്തി. തുമ്പ, വേഗം. ഇല്ല, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഡ്രാക്കുള പെട്ടി തുറന്നു കഴിഞ്ഞു. എന്നാൽ പെട്ടി തുറന്നതും ഡ്രാക്കുളയുടെ മുഖം വികൃതമായി. ആ! അടുത്ത നിമിഷം ഡ്രാക്കുള ഒരു കടവാവലായി രൂപം മാറി. എന്നിട്ട് പുറത്തേക്ക് പറന്നു. ഏ, അപ്പോൾ ആരോ പെട്ടിയിലുണ്ട്. ആരായിരിക്കും? അവർ വേഗം പെട്ടിക്കടുത്തെത്തി. ഹോ, വാട്ട് എ സർപ്രൈസ്! നടന്നതൊന്നും അറിയാതെ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്ന ശേരു. കൂട്ടുകാരെ, എനിക്കല്പം ജോലി ബാക്കിയുണ്ട്. പുറത്ത്. ഏ, അവസാനം അതാ വരുന്നു കരുനാക്കൻ. സൂത്രന്റെ സൂപ്പർ കെണി. ടിങ് ടേ ക്രും തോ. അയ്യോ, സോറി, ആള് മാറി. ഇതാരാ? ഏ, സൂത്രൻ എന്റെ ജോലി എളുപ്പമാക്കി. അത് രൂപമാറിയ ഡ്രാക്കുളയായിരുന്നു. മായാവി പറന്നിറങ്ങി. എന്നിട്ട് മാന്ത്രിക വടി കൊണ്ട് ഡ്രാക്കുളയെ തൊട്ടു. പെട്ടെന്ന് ഡ്രാക്കുള പൊടിയായി മണ്ണിനോട് ചേർന്നു. അടുത്ത നിമിഷം നൂറുകണക്കിന് എലികൾ കോട്ടയിൽ നിന്ന് ഇറങ്ങിയോടി എവിടെയോ മറഞ്ഞു. വൈകാതെ അങ്ങനെ എല്ലാം അവസാനിച്ചു. മായാവി അറിഞ്ഞോ? കുട്ടൂസിനും ഡാക്കിനിയും ലുട്ടാപ്പിയും പനി പിടിച്ച് കിടപ്പിലായി. ഹലോ ചെന്നൈനായകം, 2 കൊള്ളക്കാരെ ഞാൻ പിടിച്ച് കോട്ടയ്ക്കകത്ത് പൂട്ടിയിട്ടുണ്ട്. അറസ്റ്റ്. പ്രധാനമന്ത്രി വിളിച്ചു, ഡൽഹിയിലോട്ടൊന്ന് ചെല്ലാമോന്ന്. അപ്പോൾ മായാവി, നമുക്ക് പിരിയാൻ നേരമായി. 1 മിനിറ്റ്. കെണി ഞാൻ കണ്ടു. തകർപ്പൻ. പോലീസിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഇനിയും കാണാം. ഷോ, മറന്നു. ഡ്രാക്കുളയെ ഞാനും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു, പത്രത്തിൽ കൊടുക്കാൻ. സൂത്ര, ഒരു സംശയം. ഇവന്മാരൊക്കെ ആരാ? ആർക്കറിയാം. ഹലോ. അമ്മേ, കരുനാക്കൻ. എന്താ ഒരു ബഹളം കേട്ടത്? കോട്ട ഇടിഞ്ഞു വീണതാണോ? ദുഷ്ടൻ, നാക്കു വളച്ചു. ദാ ഇടിഞ്ഞു പോരുന്നു കോട്ട. ഓടിക്കോ.